Hi friends, welcome back to my channel Simply Me with Simi Mithan. അപ്പം ഇന്ന് വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്ന ഒരു പ്രോബ്ലം ആണ് ആക്നി അല്ലെങ്കിൽ പിമ്പിൾസ്. ഒരുപാട് ടൈപ്പ് ഓഫ് പിമ്പിൾസ് ഉണ്ട്. പക്ഷെ ഏത് ടൈപ്പ് ഓഫ് പിമ്പിൾസിനെ മാറ്റാൻ പറ്റുന്ന ഒരു മെത്തഡാണ് ഇന്ന് കാണിക്കാൻ വേണ്ടി പോണത്. ഈ ഒരു ചോദ്യം ചോദിച്ചത് ഇൻസ്റ്റഗ്രാം ത്രൂ രമ്യ ആർ നായർ ആണ്. രമ്യ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് വോയിസ് മെസ്സേജ് ആയിട്ട് ചോദിച്ചതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഞാൻ ക്ലിയർ ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ ഒരു ഡെമോ ആപ്ലിക്കേഷൻ എനിക്ക് രമ്യക്ക് വേണ്ടി ചെയ്യുമെന്ന് ചോദിച്ചപ്പം ഇന്ന് അതാണ് കാണിക്കാൻ വേണ്ടി പോണത്. ഇത് രമ്യക്ക് വേണ്ടി മാത്രമല്ല, ആരൊക്കെയാണ് പിമ്പിൾസുമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത് അല്ലെങ്കിൽ പിമ്പിൾ മാർക്സ് ഉള്ളവർക്കാണെങ്കിലും ശരി, ഏത് സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്നി അല്ലെങ്കിൽ പിമ്പിൾസ് മാറ്റാൻ സ്കിൻ കെയർ റൂട്ടീൻ ആണെന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. സോ അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സബ്സ്ക്രൈബ് ബട്ടൺ കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യാൻ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കൂടി കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ എപ്പോഴൊക്കെ ഞാൻ വീഡിയോസ് ഇന്നപ്പോഴൊക്കെ നോട്ടിഫിക്കേഷൻ വരാനും മിസ് ചെയ്യാണ്ട് കാണാനും പറ്റുള്ളൂ. സോ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഫാസ്റ്റ്. അപ്പം പിമ്പിൾസ് അഥവാ മുഖക്കുരു, ആക്നി, അങ്ങനെ എല്ലാ പേരിലും അറിയപ്പെട്ടു നിൽക്കുന്നുണ്ട്. പിമ്പിൾസ് വരുന്നത് എല്ലാവരുടെയും വിചാരം ഓയിലി സ്കിന്നുകാർക്ക് മാത്രമാണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ഡ്രൈ സ്കിന്നുകാർക്കാണെങ്കിലും ശരി പിമ്പിൾസ് നന്നായിട്ട് ഉണ്ടാകും. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താ വെച്ചാൽ ഞാൻ ഇവിടെ കാണിക്കാൻ വേണ്ടി പോണത് ചെറുപയർ പൊടി വെച്ചിട്ട് എങ്ങനെയാണ് പിമ്പിൾസ് മാറ്റാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ ചോദിക്കും ഇത് ഓയിലി സ്കിന്നുകാർക്ക് ഇത് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ എന്നുള്ളത്. ഒരിക്കലും ഇല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപയർ എന്ന് പറയുന്നത് എക്സ്ട്രാ ക്ലെൻസർ ആണ്. നിങ്ങളുടെ ഫേസിലുള്ള ഓയിൽ പ്രൊഡക്ഷൻ ഒക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും ചെറുപയർ. അപ്പം ഓയിലി സ്കിന്നുള്ളവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം ഡ്രൈ സ്കിന്നുള്ളവർക്ക് ആര് വീണ്ടും ചോദിക്കും ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത്. ഡ്രൈ സ്കിന്നുകാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈവൻ കോമ്പിനേഷൻ സ്കിന്നുകാർക്കും. ഇത് എടുത്തു പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ഡൗട്ട്സ് ഒരുപാട് ഡൗട്ട്സ് വരും എന്നെ കൊണ്ടാണ്. അതിനു മുന്നേ ഞാൻ പറയട്ടെ, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാൻ പറയുന്നതിന്റെ കാരണം എന്താന്ന് എല്ലാവരും ചോദിച്ചു. അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എല്ലാത്തിനും ഡൗട്ട്സിനും എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റാത്തതിനെ കൊണ്ടാണ് ഞാൻ ലൈവിൽ വരുന്നുണ്ട്. വീക്ക്ലി പറ്റുന്നിടത്തോളം എല്ലാ ദിവസവും വരുന്നുണ്ട്. കൂടെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ എനിക്ക് വോയിസ് മെസ്സേജ് അയക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അത് കുറച്ചും കൂടി യൂസ്ഫുൾ ആണ്. കുറച്ചും കൂടി എനിക്ക് നല്ലതായിട്ട് എനിക്ക് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അതിനെ കൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ വേണ്ടി പറയുന്നത്. പിന്നെ പ്ലീസ് എന്റെ അടുത്ത് എല്ലാവരും അഭിപ്രായം പറയാ. ലൈവിൽ വന്നിട്ട് നിങ്ങൾ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നിടത്തോളം ഞാൻ ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പം ഇതുപോലുള്ള ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലി എനിക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടി പറ്റുന്നതാണ്. സോ എല്ലാവരും ഫോളോ മൈ ഇൻസ്റ്റാഗ്രാം. അപ്പം നമ്മുടെ ഫേസ് പാക്കിന് വേണ്ടത് ചെറുപയർ പൊടിയാണ്. അപ്പം ഞാൻ എടുക്കുന്ന ജീവൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ചെറുപയർ പൊടിയാണ് ഇവിടെ എടുക്കുന്നത്. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഈ ഒരു ചെറുപയർ പാക്കറ്റാണ് ഓൾമോസ്റ്റ് തീരാനായിട്ടുണ്ട്. അതിൻ്റെ ഒരു 1 ടേബിൾ സ്പൂൺ ആണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണ് വേണ്ട വെച്ചാൽ അപ്പം ഉണ്ടാക്കിയാൽ മാത്രം മതി. അതിന് കൂടുതൽ ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കസ്തൂരി മഞ്ഞളാണ്. അതും കൂടി മിക്സ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ തന്നെ പാലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ ഡ്രൈ ആവാനുള്ള ചാൻസസ് കൂടുതലാണ്, അതിനെ കൊണ്ടാണ്. അത് നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു കളറാണ് കിട്ടുക. ഇത് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇവിടെ പാലാണല്ലോ എടുത്തത്, അപ്പം ഓയിലി സ്കിന്നുകാർക്ക് പ്രോബ്ലം ആണോ എന്നുള്ളത്. ഓയിലി സ്കിന്നുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നില്ല റോസ് വാട്ടർ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ സാധാ വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഇനി ഡ്രൈ സ്കിന്നുകാരാണെങ്കിലാണ് ഈ ഒരു പാല് അല്ലെങ്കിൽ കേർഡ് യൂസ് ചെയ്യേണ്ടത്. അപ്പം ആ ഡൗട്ട് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പം എന്റെ മുഖത്ത് അങ്ങനെ പിമ്പിൾ മാർക്സ് ഇവിടെ 2-3 ഉണ്ട്. അതെനിക്ക് എല്ലാ മന്തിലും വരുന്നതാണ്. അതൊഴികെ എനിക്ക് വല്ലാണ്ട് പിമ്പിൾസ് ഇല്ല. പക്ഷെ എന്നാലും ഞാനത് അപ്ലൈ ചെയ്ത് കാണിക്കുകയാണ്. കൂടാണ്ട് ഇത് ബ്രൈറ്റൻ ചെയ്യാനും സഹായിക്കും നമ്മുടെ സ്കിന്ന്. ഓക്കെ, അപ്പൊ ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം.
ഇനി അടുത്ത ഡൗട്ട് നിങ്ങൾക്ക് ഉള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഉണ്ടാവാൻ പോകാൻ ചാൻസ് ഉള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ വീട്ടിലുള്ള അടുക്കളയിൽ യൂസ് ചെയ്യുന്ന മഞ്ഞൾ യൂസ് ചെയ്താൽ മതിയോ എന്നുള്ളത്. അതിന് വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി. നിങ്ങൾക്ക് അതാണ് പ്രിഫർ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഇടാൻ അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ കസ്തൂരി മഞ്ഞൾ അല്ലെങ്കിൽ പച്ചമഞ്ഞളാണ് നല്ലത് എന്ന് പറയണത്. നമുക്ക് വീട്ടിൽ ഉണ്ടാവുന്ന ഇതുണ്ടാവില്ല മഞ്ഞൾ ഇങ്ങനെ ചെടിയിൽ നിന്നൊക്കെ എടുക്കുക, അത് വേണം നിങ്ങൾക്ക് അരച്ചിട്ടൊക്കെ ഇതിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് തേക്കാവുന്നതാണ്. ഇനി വല്ലാണ്ട് എന്നെ പോലെ എനിക്കിങ്ങനെ മഞ്ഞ കളർ ഫേസിൽ ഉണ്ടാവുന്ന ഒട്ടും താല്പര്യമില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ മഞ്ഞൾ കുറച്ചാൽ മതി. പക്ഷെ പിമ്പിൾ മാർക്സ് പോണെങ്കിൽ മഞ്ഞൾ ഇടുന്നതാണ് കുറച്ചും കൂടി നല്ലത്. പക്ഷെ അതിന്റെ ക്വാണ്ടിറ്റി വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാം. ഇത് നന്നായിട്ട് ഉണങ്ങേണ്ട ആവശ്യമില്ല. ഇത് ഒരു ലൈറ്റ് ഒരു ശരിക്കും 20 minutes ആണ് പറയുക. പക്ഷെ നിങ്ങൾക്ക് ഒന്ന് ഉണങ്ങി തുടങ്ങുന്നതെന്ന് കാണുമ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ എന്റേതൊന്ന് ഉണങ്ങിയിട്ട് പറയാട്ടോ. അപ്പൊ എന്റെ ഫേസ് പാക്ക് ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്. അതിനു മുന്നേ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇത് സ്റ്റോർ ചെയ്ത് വെക്കണ്ട, അപ്പപ്പ ഉണ്ടാക്കിയാൽ മാത്രം മതി. സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനെ കൊണ്ട് അതിന്റെ ഒരു ഇന്റൻസിറ്റി പോകും. നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എടുത്ത് വെക്കല്ലേ. ചെറുപയർ പൊടി കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വീട്ടിലുള്ള ചെറുപയർ വാങ്ങിയിട്ട് മിക്സിലിട്ട് നന്നായിട്ട് പൊടിച്ചാൽ മാത്രം മതി. നല്ല ഫൈനായിട്ട് പൊടിക്കാം. ഇനി വേണമെങ്കിൽ ഇതൊരു പേസ്റ്റ് രൂപത്തിൽ വേണമെങ്കിൽ ഒന്ന് തലേന്ന് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ട് അത് പേസ്റ്റ് ആയിട്ട് നന്നായിട്ട് അടിച്ചിട്ട് നല്ല പേസ്റ്റ് ആയിട്ട് കിട്ടും. അങ്ങനെ വേണമെങ്കിലും എടുക്കാം. രണ്ട് രീതിയിലും പൗഡർ ഫോം ആയിട്ടും ഒരു പേസ്റ്റ് ഫോം ആയിട്ടും ചെറുപയർ എടുക്കാം, ഒരു പ്രശ്നവുമില്ല. ചെറുപയർ പൊടിയാണ് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. ഇതൊന്നും ഞാൻ പറഞ്ഞു തരുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ കാര്യം എന്ന് എനിക്കറിയാം. അപ്പം ഏതായാലും ഇതൊന്നും ചെറുതായിട്ടൊന്ന് ഉണങ്ങിയിട്ടുണ്ട്. ഈ ഉണങ്ങി വരുന്ന സമയത്ത് ഉണ്ടാക്കുക, നന്നായിട്ട് ഒന്ന് സർക്കുലർ മോഷനിൽ സ്ക്രബ് ചെയ്യുക. കാരണം ഈ ചെറുപയർ എന്ന് പറയുന്ന നാച്ചുറൽ സ്ക്രബും കൂടിയാണ്. അപ്പം ഇങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ബ്ലാക്ക് സ്പോട്ട്സ് അല്ലെങ്കിൽ ഈ പിമ്പിൾസ് വന്ന ഈ ഒരു ചെറിയൊരു ലെയർ ഇങ്ങനെ നിൽക്കും. അതൊക്കെ നല്ല എക്സ്ഫോളിയേറ്റ് ചെയ്ത് പോവാൻ സഹായിക്കും. അപ്പം എന്തൊക്കെ നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് ആക്റ്റീവായിട്ട് നന്നായിട്ട് വലിയ വലിയ പിമ്പിൾസ് ആയിട്ട് നല്ല മുഖക്കുരായിട്ട് ഇങ്ങനെ തുടിച്ച് നിൽക്കുന്നവരാണെങ്കിൽ അതൊന്ന് അമരുന്ന വരെ സ്ക്രബ് ചെയ്യണ്ട. കാരണം അത് ചിലപ്പോൾ പൊട്ടിയിട്ട് അതിന്റെ പസ്സൊക്കെ എല്ലായിടത്തും സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു 1 വീക്ക് ചെയ്ത് ആ മുഖക്കുരുക്ക് ഒന്ന് അമരും. ഇത് ഒരു 1 വീക്ക് തന്നെ യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് അമർന്ന് ഉള്ളിലേക്കാകും. അതിനുശേഷം നമുക്ക് സ്ക്രബ് ചെയ്യാം. അപ്പൊ സ്ക്രബ് ചെയ്യുന്ന ഞാൻ കാണിച്ചു തരാം. ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യിൽ ഇത്തിരി വെള്ളമാക്കിയിട്ടാണ് സ്ക്രബ് ചെയ്യുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഹാർഡായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യുമ്പം സ്കിന്നിന് ചുളിവ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം വല്ലാണ്ട് ഒന്ന് ഉണങ്ങിയിട്ട് ഒന്ന് കൈ എന്തൊക്കെ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം സ്ക്രബ് ചെയ്യുക. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അല്ല വെച്ചിട്ടുണ്ടെങ്കിൽ മുഖം ചീത്തയാവാൻ, സ്കിന്നൊക്കെ ഒന്ന് ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു 3 minutesോളം സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസ് നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകാം. അപ്പൊ ഞാൻ ഫേസ് ഒക്കെ നന്നായിട്ട് കഴുകി ഒരു പരിധി വരെയൊക്കെ എനിക്ക് ഒരു ബ്രൈറ്റ് ഫീലിംഗ് ആണ് തോന്നുന്നത്. അതേപോലെ പിമ്പിൾസ് ഉള്ളവർക്കാണെങ്കിൽ നന്നായിട്ട് പിമ്പിൾസ് ഒക്കെ ഒന്ന് ഉള്ളിലേക്ക് വലിഞ്ഞ പോലെ തോന്നും. എനിക്ക് പിന്നെ പിമ്പിൾസ് അധികം ഇല്ലാത്തതിനെ കൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നാത്തത്. അപ്പം അതാണ് ഫേസ് പാക്ക്. ഞാൻ ഒരു കാര്യം വിട്ടുപോയിട്ട് പറയാൻ വേണ്ടിട്ട്, ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളിത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ മുഖം നന്നായിട്ട് കഴുകണമല്ലോ. അപ്പം കഴുകുമ്പോൾ ചെറു ചൂടുവെള്ളത്തിൽ മുഖം കഴുകുക. ഇത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോർസ് ഉണ്ടാവും. അതിനെന്താ പോർസിന് എന്താ മലയാളം പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. സുഷിരങ്ങളാണ് തോന്നുന്നത് എനിക്ക്. അപ്പം ഈ പോർസ് ഒക്കെ നന്നായിട്ട് ഓപ്പൺ ആകും. കുറച്ച് ചെറു ചൂടുവെള്ളമാണ്, നല്ല തിളച്ച വെള്ളമല്ല, ചെറു ചൂടുവെള്ളത്തിൽ മുഖം കഴുകിയതിന് ശേഷം വേണം ഈ ഒരു ഫേസ് പാക്ക് ഇടാൻ. അപ്പൊ ഇതൊക്കെ പോർസ് ഒക്കെ ഓപ്പൺ ആയി നിൽക്കുമ്പോൾ നമ്മൾ ഈ ഒരു പാക്കും കൂടി ഇടുമ്പോൾ നന്നായിട്ട് പോർസ് ഒക്കെ നന്നായിട്ട് ക്ലീൻ ആകാനും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവാൻ സഹായിക്കും. ഈ അഴുക്കും വിയർപ്പും ഒക്കെ നിന്നിട്ടും ഈ ഓയിൽ ഒക്കെ പ്രൊഡക്ഷൻ ഒക്കെ അങ്ങനെ നിന്നിട്ടാണ് ഈ പിമ്പിൾസ് ബ്രേക്ക് ഔട്ട്സ് വരുന്നത്. അപ്പം അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ചുടുവെള്ളത്തിൽ മുഖം കഴുകുക, അതിനുശേഷം ഈ പാക്ക് ഇടുക. പാക്ക് ഇട്ട് കഴിഞ്ഞ് നമ്മൾ മുഖം കഴുകണ സമയത്ത് തണുത്ത വെള്ളത്തിൽ വേണം മുഖം കഴുകാൻ. നല്ല തണുത്ത വെള്ളത്തിൽ സാധാ ടാപ്പ് വാട്ടറിൽ എന്താക്കാം മുഖം കഴുകുക. ഇനി നിങ്ങൾക്ക് മഞ്ഞൾ ഇടുന്നതിനെ കൊണ്ട് മഞ്ഞ കളർ പോലെ വേണ്ട എന്നവരുണ്ടെങ്കിൽ ഈ ചെറുപയർ പൊടി തന്നെ വെച്ചിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഫേസ് വാഷ് യൂസ് ചെയ്യണ പോലെ
നിങ്ങൾക്ക് ചെറുപയർ പൊടി വെച്ചിട്ട് കഴുകാൻ വേണ്ടി പറ്റും. അങ്ങനെയാണ് മഞ്ഞ കളർ വരില്ല. അപ്പം ഇതാണ് എന്റെ ടിപ്പ്. ഇത് നിങ്ങൾക്ക് വീക്കിലി 3 വട്ടം, മിനിമം 3 വട്ടം ചെയ്യാവുന്നതാണ്. ഡെയിലി ഈ ഫേസ് പാക്ക് ഇട്ടതിനെ കൊണ്ട് ഒരു പ്രശ്നങ്ങളും ഇല്ല. ഏത് സ്കിൻ ടൈപ്പുകാർക്കും ഇത് ഡെയിലി ഇടാവുന്നതാണ്. ഇനി ഡെയിലി ഇടാൻ പറ്റാത്തവർക്ക് വീക്കിലി 3 വട്ടെങ്കിലും ഇട്ടാലേ ഉള്ളൂ നല്ല ഇഫക്റ്റീവ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ഗിവ് മീ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. കൂടാണ്ട് ഫോളോ മീ ഇൻ ഇൻസ്റ്റഗ്രാം. ലവ് യു ഓൾ.